വിഴിഞ്ഞത്ത് നിന്നും ആരംഭിച്ച MSC എൽസ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ കൊച്ചിക്കടുത്ത് വെച്ച് കാറ്റിൽപ്പെട്ട് മറിഞ്ഞ വീഴും നമ്മൾ വാർത്തകൾ വായിക്കുകയാണ്. 640 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ആ 640 കണ്ടെയ്നറുകൾ അധികവും രാസവസ്തുക്കളായിരുന്നു. അതിൽ സൾഫർ ഉണ്ടായിരുന്നു, കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി രാസവസ്തുക്കളുമായിട്ടാണ് ഇത് യാത്ര തിരിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് കൊച്ചി തീരത്തിനടുത്ത് വെച്ചാണ്, അറബിക്കടലിൽ വെച്ച് ഈ കപ്പൽ മറിയുകയും ഇപ്പോൾ പൂർണ്ണമായിട്ടൊരു മുങ്ങിക്കഴിഞ്ഞെന്നാണ് ഇന്നത്തെ വാർത്ത കാണിക്കുന്നത്. അതിൽ ഉണ്ടായിരുന്ന 30 ജീവനക്കാരെയും ക്യാപ്റ്റനെയും ഒക്കെ നമ്മുടെ കൊച്ചി കോസ്റ്റ് ഗാർഡ് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മയൊക്കെ ആശങ്കകുലരാക്കുന്നത് ഇത് രാസവസ്തുക്കളാണ് കടലിലേക്ക് പോയിരിക്കുന്നത്. ഡോക്ടർ രഞ്ജിത്ത്, അദ്ദേഹം SP കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ 12 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്നാണ്. കാൽസ്യം കാർബൈഡ് ഈ കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരിക്കുന്നത് വെള്ളവുമായിട്ട് ചേർന്നാൽ അസിറ്റിലിൻ എന്ന് പറഞ്ഞൊരു വാതകം ഉണ്ടാകുമെന്നും ആ വാതകം ഉണ്ടായാൽ കടലിൽ തീപിടിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെയാണ് ഇതിനകത്ത് ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഈ ഒരു അപകടകരമായ അവസ്ഥ അത് നമ്മുടെ മുന്നിൽ കടൽ തീരങ്ങളിൽ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്തകൾ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു വന്നത് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഒരു സ്തൂപത്തെ പലരും കണ്ടു കാണുമായിരിക്കും. ഫോർട്ട് കൊച്ചി കടപ്പുറത്തൊരു സ്തൂപം കൊണ്ട് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ സ്തൂപം ബ്രിട്ടീഷുകാർ പണിതാണ്. അത് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ഒരു തീപിടുത്തത്തിൻ്റെ മുന്നറിയിപ്പ് കാണിക്കുന്ന സ്തൂപമാണെന്ന് കൊച്ചിക്കാർക്ക് പോലും പലർക്കും അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യവസായികളെ നിശ്ചയിക്കുന്നതും വ്യവസായം ചെയ്യുന്നതും. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയും മറ്റുമെല്ലാം അവരുടെ രാജ്യത്തേക്ക് അയച്ചുകൊണ്ടിരുന്നത്. നമുക്കിവിടെ വ്യവസായം ചെയ്യാനോ ഒന്നും സാധ്യതയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കൊച്ചിക്കാരൻ്റെ ബുദ്ധിയിൽ ഒരു കപ്പൽ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ആ കൊച്ചിക്കാരൻ 500 ടൺ ഭാരമുള്ള ഒരു കപ്പൽ നിർമ്മിച്ചു. ഇന്നത്തെ പോലെ ഇന്ന് നമുക്കറിയാം കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ കപ്പൽ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അന്ന് തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ് കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു വലിയൊരു കപ്പലുണ്ടാക്കി. പക്ഷേ ബ്രിട്ടീഷുകാരത് തടഞ്ഞു. കാരണം ഈ തദ്ദേശീയർക്കൊന്നും വ്യവസായം ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പോൾ ഈ ഒരു മലയാളി അയാൾ കേസിന് പോയി, ബ്രിട്ടീഷ് കോടതിയിൽ കേസിന് പോയി. അപ്പോൾ കേസ് നടക്കുന്നതിന് ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് നങ്കൂരം വിടാൻ പറഞ്ഞു. അങ്ങനെ വോൾക്കാട്ട് പ്രദേശ് എന്ന് പറയുന്ന കമ്പനിയുടെ സമീപത്താണ് ഈ കപ്പൽ നങ്കൂരമിട്ടത്. അങ്ങനെ കേസ് നടന്നു വരികയാണ്. അങ്ങനെ കേസ് നടന്നു വരുന്ന ഒരു ദിവസം ഈ കപ്പലിൽ നിന്നും പുക ഉയരുന്നതായിട്ട് കണ്ടു. അപ്പോൾ പുക ഉയരുന്നു എന്ന് പറഞ്ഞാൽ തീ പിടിക്കുകയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായി. തൊഴിലാളികൾ ഇത് വോൾക്കാട്ട് പ്രദേശത്തിലെ അതിന് ഉടമയെ അറിയിച്ചു. ഉടൻ തന്നെ ഈ കപ്പലിൻ്റെ വടം മുറിച്ച് മാറ്റി ഈ കപ്പലിനെ കടലിലേക്ക് അയക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ച ഒരു തീഗോളം പോലെ ഈ കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ എതിർ ദിശയിൽ നിന്നും കാറ്റ് വന്നപ്പോൾ വീണ്ടും ഈ കപ്പൽ തീഗോളവുമായി വലിയ ഒരു ഭീമനായ രാക്ഷസനെ പോലെ ഈ കപ്പൽ വോൾക്കാട്ട് പ്രദേശത്തിൻ്റെ അടുത്തേക്ക് തന്നെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. നിമിഷ നേരം കൊണ്ട് വോൾക്കാട്ട് പ്രദേശം എന്ന് പറഞ്ഞ കമ്പനി പൂർണ്ണമായിട്ടും അഗ്നിക്കിരയാക്കി. അതിനുശേഷം വീണ്ടും ഈ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലിഞ്ഞ് നടന്ന് ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ കമ്പനികളും ഹസ്കിൻവാള്, പിയേഴ്സ് ലെസ്ലി തുടങ്ങിയ എല്ലാ കമ്പനികളും അഗ്നിക്കിരയാക്കിയത് എന്ന് പക തീർക്കുന്നത് പോലെ ഇത് അഗ്നിക്കിരയാക്കി. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ വലിയ തീപിടുത്തത്തിൻ്റെ സ്മാരകമാണ് ഈ കരിങ്കല്ലിൻ്റെ ഈ ശില. ഈ ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചി ഇൻ 1889 എന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
പലർക്കും അറിഞ്ഞുകൂടാ. എന്തിനാണ് ഈ കരിങ്കൽ അവിടെ വയ്ക്കുന്നത്? ആ കരിങ്കൽ സ്തൂപത്തിൽ പലരും പല പോസ്റ്ററുകളും ഒട്ടിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തകർക്കും പല പല അറിയിപ്പുകൾ കൊടുക്കുന്ന ആ ഒരു സ്തൂപത്തിൽ ഒട്ടിച്ചുകൊണ്ട്. പക്ഷേ ഇത് എന്തിനാണിത് നിർമ്മിക്കപ്പെട്ടതെന്നോ, എന്തിൻ്റെ സ്മരണയാണോ ഇത് നിലനിർത്തുന്നതെന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ തീരത്ത് നടക്കുന്ന ഈ കപ്പൽ ദുരന്തത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെയൊക്കെ കുറിച്ച് മുന്നറിയിപ്പ് വന്നപ്പോഴാണ് എൻ്റെ ഓർമ്മയിലേക്ക് ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ 1889 ഓർമ്മയിൽ വന്നത്. നന്ദി, നമസ്കാരം.